ബോംബ് സ്ഫോടനത്തിന് പിന്നിലുള്ളവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റ് തന്നെ നടക്കലാണ്. Sir, the investigation has been intensified. ஆனா கிரிமினல்ஸோட அட்டெம்ப்ட் ஃபெயில்யூர் ஆனதுனால அவங்க இந்த நாட்டை விட்டு போயிருப்பாங்கன்னு நான் சந்தேகப்படுறேன். നോ, അവരുടെ ലക്ഷ്യം രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി ഇവിടുത്തെ ക്രമസമാധാനം തകർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നഗരത്തിൽ ഇനി സ്ഫോടനങ്ങൾ ഉണ്ടാകാം. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. സർ, നമ്മുടെ ഡോഗ് സ്ക്വാഡ് വളരെ വീക്കാണ്. ഒരു എഫിഷ്യന്റ് ഡോഗ് ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇല്ല. അന്ന് സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചാകാൻ കിടന്നിരുന്ന അർജുൻ ഇന്ന് മരിക്കണ സർ. എങ്കിലും ഇതിനെ വീണ്ടും ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചെടുക്കണം. അത് നടക്കില്ല സാർ. നമ്മൾ മേഴ്സിക്കലിങ്ങിട്ട പട്ടിയെ ഒരുത്തൻ മേനകാ ഗാന്ധിയുടെ ഓർഡറുമായി വന്നാ വളർത്താൻ കൊണ്ടുപോയത്. അവനാണെങ്കിൽ ഒരു എല്ലും കൂടുതലാണ്. കക്ഷി ഇയാളുടെ അളിയനാ സർ. അളിയനാണെങ്കിൽ എനിക്ക് ആ ബന്ധമൊന്നുമില്ല. അവൻ എന്റെ ശത്രു എനിമി. അയ്യോ, ഒഴിഞ്ഞു പറയാൻ നോക്കണ്ട പീതാംബരൻ. ആ ഡോഗിനെ താൻ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. സാർ, നോ, ഇറ്റ്സ് എൻ ഓർഡർ. പോലീസുകാരനെ വെട്ടിക്കൊന്നു. പോലീസുകാരൻ വെട്ടിക്കൊന്നായിരിക്കും. പട്ടി എവിടെ? എന്റെ മുമ്പിൽ നിൽക്കല്ലേ എന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് സാറാ. കുരയ്ക്കുന്ന പട്ടി എവിടെ? മുമ്പിൽ നിന്ന് കുരയ്ക്കല്ലേ. അതല്ല, അർജുൻ എവിടെ? അത് കൃഷ്ണനോട് ചോദിക്കണം. എന്നെ പൊട്ടനാക്കാണോ? അതാക്കേണ്ട കാര്യമുണ്ടോ? ആ, അർജുൻ എന്ന് പേരുള്ള നിന്റെ പട്ടി എവിടെ എന്നാണ് ചോദ്യം. എന്റെ പട്ടിയെ പട്ടിന്ന് വിളിക്കരുത്. പട്ടിയെ പട്ടി എന്നല്ലാതെ പിന്നെ അച്ഛാന്ന് വിളിക്കൂ. വിളിച്ച് ശീലിച്ചവർക്ക് എന്തും വിളിക്കാം. ആ, എന്നാ അച്ഛനെ പിടിയിടോ. പട്ടിയെ പിടിയിടോ. എന്താ കാര്യം? ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നിരിക്കുന്ന കടലാസാ. ഓർഡറാ? ഓടിക്കോ. ആ, ഓർഡറാ. പട്ടിയെ ഉടൻ തിരിച്ചേൽപ്പിക്കാനുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഓർഡറാ. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ സാർമാരോട് പറഞ്ഞേക്ക് തരാൻ സൗകര്യമില്ലെന്ന്. എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. കൊണ്ടുപോവാൻ ഞങ്ങൾക്കറിയാം. നീ തരേണ്ട ആവശ്യമില്ല. തപ്പിടോ പട്ടിയെ. അർജുൻ, നിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചുകൊണ്ടുപോകാൻ വന്നതാ ഈ സാറ്. നിനക്ക് പോണോ? ഈ കുറച്ചത് കൊരയല്ല, തെറിയ. നല്ല അഫ്സല് പച്ചത്തെറി. ഞാൻ വേണേ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. പട്ടി ഇതൊക്കെ എങ്ങനെ പഠിച്ചത്? പോലീസിലായിരുന്നില്ലേ? ഈ ഒഴിക്കുന്നത് മൂത്രമല്ല, പ്രതിഷേധമാണ്. അതൊഴിച്ചതേ ഈ മുറ്റത്തല്ല, നിങ്ങളുടെ മുഖത്താണ്. ഇനി ഇവിടെ നിന്നാൽ അവൻ നിങ്ങളുടെ പൊക്കിളിന് ചുറ്റും പണി തരും. പിന്നെ ഈ ജന്മത്തെ നിങ്ങൾക്ക് നരകച്ചരഴിക്കാൻ പറ്റില്ല. അയ്യോ, അപ്പൊ സ്പോൾ അടിക്കുമ്പോ ഞാൻ എന്തോ തൊട്ട് നോക്കും. ആ, അപ്പൊ കടിയിട്ടാണ്ടോടെ പൊക്കോ. ഈ പട്ടിയെ കൊണ്ട് അർജുനൻ സാറിനെ കൊണ്ട് ചെന്നില്ലെങ്കിൽ എന്റെ പണി പോവും. അങ്ങനെ മര്യാദക്കാണെങ്കിൽ മര്യാദ. പിന്നെ അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഈ നാടിന് വേണ്ടി ഞാനൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. സന്തോഷം. പക്ഷെ ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് പറയണം എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ടെന്ന്. എന്തൊക്കെ തന്റെ ഡിമാൻഡ്സ്? കേക്കട്ടെ. 1, പട്ടിക്ക് താമസിക്കാൻ ഫ്ലാറ്റ് വേണം. ഫ്ലാറ്റ്? പട്ടി ഫ്ലാറ്റിലാണോ സാർ താമസിപ്പിക്കുന്നത്? കൂട്ടിലല്ലേ? ഇതെവനെ താമസിക്കാനാണ്. വെറുതെ സർക്കാരിന് അയാൾ പറയട്ടെ. പറഞ്ഞോട്ടെ. 2, പട്ടിക്ക് സഞ്ചരിക്കാൻ AC കാർ വേണം. ഇവിടെ SIക്ക് സഞ്ചരിക്കാൻ കാറില്ല. പിന്നെ ആ പട്ടിക്ക് AC കാർ. നിനക്ക് കാറില്ല? അറിയാൻ പറയത്തില്ല. കഴിഞ്ഞോ തന്റെ ഡിമാൻഡ്സ്? ഇല്ല സാർ. ഇനിയുണ്ടോ? ഈ പട്ടിക്ക് മെനു ഉണ്ട് സാർ. അതെല്ലാവർക്കും ഉള്ളതല്ലേ സാർ? എന്റെ പട്ടിയുടെ മെനു ഈ സാർ നോക്കണം. നിന്റെ പട്ടിയുടെ മെനു ഞാൻ നോക്കണമെന്നോ? നിന്റെ തന്റെ വിളിച്ചോണ്ട് കാണിക്കണം. പറഞ്ഞു കേട്ടോ, ഇവന്റെ പട്ടിയുടെ മെനു ഞാൻ നോക്കണമെന്ന്. ഞാൻ ഇതുവരെ എന്റെ മെനു പോലും. സ്റ്റോപ്പ് ഇറ്റ്. തന്റെ മെനു കാണട്ടെ. ഏ സാർ ഇത്രയ്ക്ക് ചീപ്പാണോ? ഇതാ സാർ, മുട്ട, ഹോർലിക്സ്, ചിക്കൻ, മിൽക്ക് രാവിലെ. ഇതാണല്ലേ മെനു? അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. ബട്ടർ, ബീഫ് ഒലത്തിയത്, ഒലത്താത്ത 2 times വിത്ത് ബ്രെഡ് ആൻഡ് ഓംലെറ്റ്, ചിക്കൻ ചിപ്സ്. കഴിഞ്ഞോ? ഇല്ല സാർ. ഇതിനൊരു അന്ത്യമില്ലേ? സിറ്റിയിൽ 10 സെന്റ് സ്ഥലം ചോദിക്കും പട്ടിക്ക് അപ്പി ഇടാനും മുള്ളാനും. വേണ്ട, പട്ടിക്ക് മുട്ടാറാകുമ്പോ സാറ് ഒന്ന് സഹായിച്ചാൽ മതി. എന്റെ കുട്ടിക്ക് മുട്ടുമ്പോ ഞാൻ അറിയാറില്ല, പിന്നെ ആ പട്ടിക്ക് മുട്ടുമ്പോ പട്ടി എന്താ സാർ ഇൻഡിക്കേറ്റർ ഇട്ട് കാണിക്കോ? എനിക്ക് മുട്ടാറായി, എനിക്ക് മുട്ടാറായി. സാർ ഇത് ശരിയാവില്ല സാർ. എന്നെ എന്റെ ഇവിടെ വരാത്ത പട്ടി ഇൻസൾട്ട് ചെയ്യാണ് സാർ. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല സാർ. താമസിക്കില്ല സാർ, ഞാൻ പോവാണ് സാർ. പോകണമെങ്കിൽ പോട്ടെ സാർ. നിൽക്കണോ? ഞാനല്ലേ പറഞ്ഞത്. ഒരു സബ് ഇൻസ്പെക്ടർ ആകാൻ മോഹിച്ച് അതാകാത്തിനുള്ള അമർഷം മൊത്തം പോലീസുകാരുണ്ടല്ലേ? എല്ലാരോടും ഇല്ല സാർ. പോലീസ് ആവാൻ യോഗ്യതയില്ലാത്ത ചില അലവലാദികളോട് മാത്രം. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നിർത്തുന്നുണ്ടോ? തന്റെ ഡിമാൻഡ്സ് എല്ലാം അംഗീകരിച്ചിരിക്കുന്നു.